എക്സാമിന്റെ മിക്ക ലൈവുകളിലും നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യമായിരുന്നു, ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് മിനിമം മാർക്ക്, അതായത് 30% മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ പരാജയപ്പെടും, നിങ്ങൾ ഫെയിൽ ആവും, നിങ്ങൾ തോൽക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറെ കുട്ടികൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. ആനുവൽ എക്സാമിന്റെ പേപ്പർ ടീച്ചേഴ്സ് നോക്ക് പോലും ഇല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ വേണ്ട, വെറുതെ എഴുതി പോന്നാൽ മതി, ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടാൽ മതി, ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിലേക്ക് എത്തിയെന്ന്. പക്ഷേ എടാ, കണക്ക് കൂട്ടലൊക്കെ തെറ്റി. നമ്മളുടെ ഗവൺമെന്റ് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ആനുവൽ എക്സാമില്ലേ, അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ എൻ്റെ മക്കള്. അപ്പൊ ഈ ഒരു ആനുവൽ എക്സാമിന്റെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ 17 നിങ്ങളുടെ ആനുവൽ എക്സാം, കഴിഞ്ഞ എക്സാമിന് അവസാനമായിട്ട് എഴുതിയ ആ എക്സാമിന്റെ റിസൾട്ട് ഏപ്രിൽ 17 വരെയാണ്. ഏപ്രിൽ 17 റിസൾട്ട് അറിയുന്നതോട് കൂടിയിട്ട് ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തോറ്റിട്ടുണ്ടെങ്കിൽ, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പാരൻസിന്റെ മീറ്റിംഗ് നമ്മളുടെ സ്കൂളിൽ വെച്ച് ഏപ്രിൽ 18 അവർ നടത്തും. ഏപ്രിൽ 18 നടത്തുക. ഈ ഏപ്രിൽ 18 പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ ക്ലാസ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെമഡിയൽ ക്ലാസ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ അവർ ഇരുത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താ ചെയ്യുന്നത്, ഇവർ റെമഡിയൽ ക്ലാസ് തന്നിട്ട് നിങ്ങളെ കൊണ്ട് ഒന്നും കൂടെ എക്സാം എഴുതിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ റെമഡിയൽ ക്ലാസ് വരുന്നത് ഏപ്രിൽ 20 to 27 ഒരാഴ്ചത്തെ റെമഡിയൽ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നും കൂടെ നിങ്ങൾ ഇതുവരെ പഠിച്ച് എഴുതിയിട്ടില്ലേ, നിങ്ങൾ കുറെ പഠിച്ച് എഴുതിയ സാധനമില്ലേ, അത് നിങ്ങൾ പഠിക്കാതെ വെറുതെ ഉടായ്പ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ ആനുവൽ എക്സാമിന് ഉടായ്പ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഇവർ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ക്ലാസ്സുകൾ തരാം. ഒരാഴ്ച റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ തന്നിട്ട് ഏപ്രിൽ 20 to 27 റെമഡിയൽ ക്ലാസ്സിന് ശേഷം ഏപ്രിൽ 28 to 30 വരെ റീ എക്സാം, ഒരു സ്പെഷ്യൽ എക്സാം നടത്തുകയാണ്. അപ്പോൾ നമ്മളുടെ ഏപ്രിൽ 17 നമ്മളുടെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം 18 പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും. പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 20 to 27 നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് ആണ്. ഒന്നും കൂടെ അവർ ഇതുവരെ പഠിപ്പിച്ചെന്ന്, കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പഠിക്കും. എന്നിട്ട് നമ്മൾ 28 to 30 നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതുവരെ കൊഴിഞ്ഞുപോയ എക്സാമുകളൊക്കെ ഒന്നും കൂടി വീണ്ടും എഴുതിയെടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനുവൽ എക്സാം ആണ് എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ നിൽക്കണ്ട, കഴിഞ്ഞ കൊല്ലം പോലെ ഒന്നുമല്ല, നമുക്ക് മിനിമം മാർക്ക് ഉണ്ട്, 30% ഉള്ള കുട്ടികൾ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും കൂടിയിട്ട് കുറേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലെടാ, അത് ഇനി നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുകയും ചെയ്ത് പറ്റിയത് പറ്റി, ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്നില്ല, പോട്ടെ, നമ്മൾ സംഭവിച്ചത് സംഭവിച്ചു, അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾ അടുത്ത ക്ലാസ്സിലെ റിസൾട്ടിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട, റിസൾട്ട് നോക്കാം, നിങ്ങൾ പോവന്നെ വേണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടോ, എ ഗ്രേഡ് ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ നമുക്ക് ജയിക്കോ തോൽക്കോ എന്നുള്ള അങ്ങനെ ആ ഒരു ഓപ്ഷനേ അവിടെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഈ പ്രാവശ്യം എന്നോട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, അപ്പൊ തെറ്റാണ്, പറ്റും, മനുഷ്യനാണ്, തെറ്റ് പറ്റും. പക്ഷേ എനിക്ക് ഇതൊക്കെ പറ്റിപ്പോയി, അടുത്ത ക്ലാസ് മുതൽ ഞാൻ അടിപൊളിയായിട്ട് പഠിക്കണം, എൻ്റെ പാരൻസിനൊക്കെ പ്രൗഡാക്കി നിർത്തണം എന്ന് എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എടാ ദാ നോക്ക്, നമ്മളുടെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ക്ലാസ് 7 സൂപ്പർ ബാച്ച് നമ്മൾ ഇപ്പോൾ ഒരു വിഷു കൈനീട്ടം പോലെ നമ്മൾ ഒരു ബാച്ചിന് ഒരു ഓഫറും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ 3599 ബാച്ച് 2599 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ഇല്ലാത്തത് കൊണ്ടാണ്. പല കുട്ടികളും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും മാത്സിലായിരിക്കും ഫെയിൽ ആവാന്ന് എനിക്കറിയാം. മാത്സിലൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ചില കുട്ടികൾക്കൊന്നും ഇപ്പോഴും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാത്ത കുട്ടികളുണ്ട്. എന്നാടാ, ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ എജുപോഡ് അതും കൂടെ നിങ്ങൾക്ക് തരാണ്. നിങ്ങൾക്കൊരു വിഷു കൈനീട്ടം പോലെ നമ്മളുടെ ഈ ഒരു സൂപ്പർ ബാച്ചിന്റെ കൂടെ ഫൗണ്ടേഷൻ, മാത്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന 999 കോഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. മാത്സ് ഫൗണ്ടേഷനിൽ ഞങ്ങൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൂട്ടാനും, നിങ്ങൾ 1ാം ക്ലാസ്സിൽ നമ്പേഴ്സ് പഠിച്ചില്ലേ, അത് മുതൽ നിങ്ങൾ ഇപ്പോൾ അവസാന ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചുകൂടി ലെവൽ കൂടിയിട്ട് പഠിച്ചില്ലേ, നിങ്ങൾ അവസാനം 7ാം ക്ലാസ്സിൽ നിങ്ങൾ
6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ നിങ്ങളിപ്പോ ഒരു പിന്നെ നമുക്കിപ്പോ ഡിവിഷൻ കഴിഞ്ഞു, ഡെസിമൽ ഒക്കെ നമ്മൾ പഠിച്ചു, അതുവരെ ഫ്രാക്ഷന്റെ അഡീഷനും സബ്ട്രാക്ഷനും അങ്ങനത്തെ ഒക്കെ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ എവിടം വരെ മാത്സ് ഇത്രയും കൊല്ലമായിട്ട് പഠിച്ചോ ആ കൊല്ലം പഠിച്ച കാര്യങ്ങൾ ഇത്രയും 6 കൊല്ലമായിട്ട് നിങ്ങൾ പഠിച്ച മാത്സ് മൊത്തം ബേസിക് ഞങ്ങൾ സെറ്റാക്കി തരാൻ പോവാണ് ഈ 999ന്റെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ. പക്ഷേ ഈ ഒരു സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു വിഷു കൈനീട്ടം പോലെ തരാണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഇനിയെങ്കിലും എനിക്ക് എന്റെ പാരന്റ്സിനെ പ്രൗഡ് ആക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എടാ ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. പക്ഷെ എന്ത് ചെയ്യണം, ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കണം കേട്ടോ. ഇത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പ് തരാണ് നിങ്ങളുടെ ക്ലാസ് 7ഉം നിങ്ങളുടെ മാത്സും നമ്മൾ ഇപ്രാവശ്യം തൂക്കിയിരിക്കും.